രാജ്യത്ത് കോൺഗ്രസ് നേടിയ വിജയങ്ങളിൽ ഏറ്റവും തിളക്കമാർന്ന വിജയങ്ങളിൽ രണ്ടെണ്ണമാണ് ഔട്ടർ മണിപ്പൂരിലെയും ഇന്നർ മണിപ്പൂരിലെയും ലോക്സഭാ മണ്ഡലങ്ങളിലേതെന്ന് പറയുകയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആഭ്യന്തര കലാപം രൂക്ഷമായപ്പോൾ അതിനെ ശാന്തമാക്കാനോ അവിടം സന്ദർശിക്കാനോ തയ്യാറാകാത്ത പ്രധാനമന്ത്രിയോടും BJP ഭരണകൂടത്തോടുമുള്ള പ്രതിഷേധം അവർ ജനവിധിയിലൂടെ പ്രതിഫലിപ്പിച്ചെന്നാണ് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായ അൻകോച്ച ഭിമോൾ ഏകോപിച്ചംതിന് ഇന്നർ മണിപ്പൂരിലും ആൽഫ്രഡ് കൺകം എസ് ആർത്തറിന് ഔട്ടർ മണിപ്പൂരിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയെന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞതായിരുന്നുവെന്നും AICC ജനറൽ സെക്രട്ടറി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് KC ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. കുറിപ്പ് ഇങ്ങനെ: BJPയുടെ സർക്കാർ സ്പോൺസേഡ് വംശീയ കലാപത്തിന്റെ ഇരകളായ മണിപ്പൂർ ജനത ആശങ്കയുടെയും നിരാശയുടെയും നൊമ്പരത്തിന്റെയും അലയൊളികൾ അടങ്ങാത്ത മുറിവേറ്റ ഹൃദയവുമായി അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും മറ്റുമായിരുന്നു അവരുടെ സമ്മതിദാന അവകാശം നിറവേറ്റിയത്. ഭരണകക്ഷിയായ BJPയെയും അവരുടെ സഖ്യകക്ഷിയായ നാഗ പീപ്പിൾസ് ഫ്രണ്ടിനെയും പരാജയപ്പെടുത്തി കോൺഗ്രസിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയാണ്. ആഭ്യന്തര കലാപം രൂക്ഷമായപ്പോൾ അതിനെ ശാന്തമാക്കാനോ അവിടം സന്ദർശിക്കാനോ തയ്യാറാകാത്ത പ്രധാനമന്ത്രിയോടും BJP ഭരണകൂടത്തോടുമുള്ള പ്രതിഷേധം അവർ ജനവിധിയിലൂടെ പ്രതിഫലിപ്പിച്ചു. വംശീയ കലാപം കൊടുമ്പിരി കൊണ്ടപ്പോൾ മണിപ്പൂരിന്റെ ആത്മാവിനേറ്റ മുറിവിൽ സ്നേഹത്തിന്റെ സ്പർശവുമായി രാഹുൽ ഗാന്ധി ഇംഫാലിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ തെളിച്ച ഊർജമാണ് കോൺഗ്രസിന്റെ തിളക്കമാർന്ന വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത്. 2023 മെയ് 3-ന് ഇവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മണിപ്പൂർ സന്ദർശിക്കുകയും ആ ജനതയ്ക്ക് ആശ്വാസമേകാൻ പ്രയത്നിക്കുകയും ചെയ്ത ആദ്യ നേതാവും രാഹുൽ ഗാന്ധിയായിരുന്നു. അതിന്റെ നന്ദി തന്നെയാണ് ആ ജനത ജനവിധിയിലൂടെ പ്രകടിപ്പിച്ചതും. പരസ്പര വൈരികളായ കുക്കികളും മെയ്തികളും അധിവസിക്കുന്ന ഔട്ടർ മണിപ്പൂരിനെയും ഇന്നർ മണിപ്പൂരിനെയും ഒന്നിപ്പിക്കാൻ കോൺഗ്രസ് എന്ന ശക്തിക്ക് മാത്രമേ കഴിയൂ എന്ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ രാജ്യത്തിന് ബോധ്യപ്പെട്ടു. വെറുപ്പിന്റെ കമ്പോളത്തിൽ രാഹുൽ ഗാന്ധി കൊളുത്തിയ സ്നേഹത്തിന്റെ വെട്ടത്തിൽ കുക്കികളും മെയ്തികളും അടക്കമുള്ള എല്ലാ ജനവിഭാഗങ്ങളും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വാസമർപ്പിച്ചു. ഇവരുടെ വൈരം മുതലെടുത്ത് ഈ ജനവിഭാഗങ്ങളെ കലാപത്തിലേക്ക് തള്ളിവിട്ട് മണിപ്പൂരിനെ അശാന്തമാക്കിയവർക്കുള്ള മറുപടിയാണ് എനിക്കൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ 2 MP-മാർ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായ അൻകോച്ച ഭിമോൾ ഏകോപിച്ചതിന് ഇന്നർ മണിപ്പൂരിലും ആൽഫ്രഡ് കൺകം എസ് ആർത്തറിന് ഔട്ടർ മണിപ്പൂരിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയെന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. രാജ്യത്ത് കോൺഗ്രസ് നേടിയ വിജയങ്ങളിൽ ഏറ്റവും തിളക്കമാർന്ന വിജയങ്ങളിൽ രണ്ടെണ്ണമാണ് ഔട്ടർ മണിപ്പൂരിലെയും ഇന്നർ മണിപ്പൂരിലെയും ലോക്സഭാ മണ്ഡലങ്ങളിലേത്. അൻകോച്ച ഭിമോൾ ഏകോപിച്ചവും ആൽഫ്രഡ് കൺകം എസ് ആർത്തറും കോൺഗ്രസിന് അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. അവർക്ക് ആശംസകൾ നേർന്ന KC കുറിപ്പ് അവസാനിപ്പിച്ചു. അതേസമയം ജനവിധി എതിരായിട്ടും പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മോദി തയ്യാറാകുന്നില്ലെന്നാണ് സോണിയാഗാന്ധി ദിവസങ്ങൾക്ക് മുൻപ് വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. ഭരണഘടനയ്ക്ക് മുന്നിൽ മോദി വണങ്ങി നിൽക്കേണ്ടി വന്നതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രചരണമാണെന്നും സോണിയ പറഞ്ഞിരുന്നു. മോദി തന്റെ ഭരണശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ജനങ്ങളുടെ ഇഷ്ടം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ NDA സർക്കാരിനെയും ഉത്തരവാദിത്തത്തോടെ നിലനിർത്തുന്നതിൽ കോൺഗ്രസ് അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇത് നമ്മുടെ ബാധ്യതയാണ്. ഇതുവരെ ചെയ്തതുപോലെ പാർലമെന്റിൽ എന്തും ചെയ്യാൻ ഇനി BJPക്ക് സാധിക്കില്ല, ചെയ്യാനും പാടില്ല. പാർലമെന്റിനെ തടസ്സപ്പെടുത്തുന്നതിനോ അംഗങ്ങളോട് വിചിത്രമായി പെരുമാറുന്നതിനോ ഉചിതമായ പരിഗണനയും സംവാദവും കൂടാതെ നിയമനിർമ്മാണം നടത്താനോ ഇനി അനുവദിക്കില്ല. 2014 മുതൽ പാർലമെന്ററി കമ്മിറ്റികളെ അവഗണിക്കുന്ന രീതിയിൽ ഇനി അവഗണിക്കാൻ അവരെ അനുവദിക്കുകയേയില്ല. കഴിഞ്ഞ 10 വർഷമായി പാർലമെന്റ് മൂടിക്കെട്ടിയ സ്തംഭിപ്പിച്ച പോലെ അവസ്ഥയായിരുന്നു. ഇനി അതിനും അനുവദിക്കില്ല എന്നും സോണിയാഗാന്ധി തുറന്നടിച്ചു. 400 സീറ്റ് നേടി വിജയിക്കുമെന്ന് അവകാശപ്പെട്ട് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ NDAക്ക് ഇത്തവണ കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. 292 സീറ്റുകൾ മാത്രമാണ് NDAക്ക് നേടാനായത്. BJPക്ക് തനിച്ച് 240 സീറ്റാണ് ലഭിച്ചത്. 2014-ലും 2019-ലും കേവല ഭൂരിപക്ഷമായ 272 സീറ്റിന് മുകളിൽ നേടാൻ BJPക്ക് സാധിച്ചിരുന്നു. ഇത്തവണ UP ഉൾപ്പെടെ പല കോട്ടകളിലും BJP കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത്.